കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊട്ടാരക്കര ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓഫീസിലാണ്. ഈ ഓഫീസിൽ നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കാൻ വേണ്ടി ഇനിയിപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നും ക്യൂ നിന്ന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ വീടുകളിലേക്ക് ഒരു ഉദ്യോഗസ്ഥനെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വൈപ്പിംഗ് മെഷീനുണ്ട്. അത് ഉപയോഗിച്ച് എങ്ങനെ കറണ്ട് ചാർജ് അടയ്ക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ വൈദ്യുതി ചാർജ് അടയ്ക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. സ്വൈപ്പിംഗ് മെഷീനെ കുറിച്ച് ഇതിൻ്റെ എങ്ങനെയാണ് ബില്ല് അടയ്ക്കുന്നത് അത് വെച്ച് എന്നൊന്നും പറയാം. ഇപ്പം നമ്മൾ നിലവിൽ നമ്മൾ റീഡിങ് എടുത്ത് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബില്ല് കൊടുത്ത് തിരിച്ചു വരികയാണ്. പക്ഷേ ഇപ്പം നമ്മുടെ KSEBയിൽ നമ്മുടെ POS മെഷീൻ വഴി ബില്ല് നമ്മൾക്ക് ആ സ്പോട്ടിൽ തന്നെ അടയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. നമ്മളുടെ നിലവിൽ ക്രെഡിറ്റ് കാർഡോ നമ്മളുടെ ഗൂഗിൾ പേ, ഫോൺ പേ, ഏതെങ്കിലും വാലറ്റുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ കൺസ്യൂമറിന് ബില്ല് തന്നെ വരുന്ന സമയത്ത് തന്നെ അതിനകത്ത് QR കോഡ് കാണിക്കുന്നുണ്ട്. കാർഡ് ഉപയോഗിച്ച് എങ്ങനെ ബില്ലടയ്ക്കാം എന്നുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പുതുതായിട്ട്. വളരെ എല്ലാ കൺസ്യൂമറിനും വളരെ ഉപകാരപ്രദമാണ്. പെട്ടെന്ന് തന്നെ അത് ചെയ്യാനും പറ്റും. വീടുകളിൽ ചെല്ലുമ്പോൾ അങ്ങനെ കൺസ്യൂമറിനെ നമ്മൾ ഇതിനെപ്പറ്റി വളരെയധികം ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്. അപ്പം അത്യാവശ്യം കൺസ്യൂമർ ഇതിനേക്ക് ബോധേഡാണ്. എല്ലാവരും നമ്മൾ പറയുമ്പോൾ തന്നെ അത് അപ്ഡേറ്റായി വരുന്നുണ്ട് ആൾക്കാർക്ക്. അപ്പം വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. എന്ന് മുതലാണ് ആരംഭിച്ചത്? ഇത് ഇപ്പം ഫെബ്രുവരി 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യ ദിവസങ്ങളിലൊക്കെ കൺസ്യൂമറിനൊന്നും മനസ്സിലാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ 2ാമത്തെ മാസം പിന്നിടുമ്പോഴും പുതിയ ഏരിയയിലാണ് പോകുന്നത്. അപ്പോൾ ആ കൺസ്യൂമറിനും ഇത് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഈ പ്രായം ചെന്ന അമ്മമാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിക്കുന്നതിന് പകരം നമുക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ATM കാർഡൊക്കെ യൂസ് ചെയ്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. നെറ്റ് പ്രോബ്ലങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് നിലവിൽ ചില ഏരിയകളിൽ നെറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഒന്ന് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഇത് വളരെയധികം ഗുണം ചെയ്യും. നമ്മൾ നെറ്റ്വർക്ക് വളരെ സ്പീഡ് പലപ്പോഴും കുറവാണ്. എത്ര വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെ? അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു മാസം ഏകദേശം 1,27,000 രൂപയോളം നമ്മൾ കളക്ട് ചെയ്യേണ്ടി വന്നു. ഈ മാസം ഏകദേശം ഒരു 80-85,000 രൂപയോളം ഈ POS മെഷീൻ വഴി നമുക്ക് കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ ചെയ്ത ഒരു പ്രവർത്തനമാണ്. അപ്പം അല്ല, പല സ്ഥലങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫാസ്റ്റായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് നോക്കിയപ്പോൾ അത് സക്സസ് ആണ്. വീടുകളിൽ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള അനുഭവമാണ്? വീടുകളിൽ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഇത് ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ നിലവിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെ ഒന്നുകൂടി അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ പല കൺസ്യൂമറിനോട് ഇതേപോലെ ഗൂഗിൾ പേ വഴി അടയ്ക്കാമെന്നൊക്കെ പറയുമ്പോൾ അവർ പറയാം ഞങ്ങൾ നാളെ അടച്ചോളാം എന്ന് പറയുന്നെങ്കിലും കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് അവർ നമ്മളിലേക്ക് വരുന്നുണ്ട്. അവർ നമ്മളോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ എങ്കിൽ അടയ്ക്കാം, അല്ലെങ്കിൽ ATM കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവരൊക്കെ കൂടുതൽ സാധ്യത മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും ദിവസം കൂടെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഫോൺ പേ ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും അവർ ഉപയോഗിക്കാനായിട്ട് ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നു. എൻ്റെ പേര് അരുൺകുമാർ എന്നാണ്. ഞാൻ മീറ്റർ റീഡറാണ്. ഇതാണ് മെഷീൻ. എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണിക്കാം. നമ്മൾ ഒരു കൺസ്യൂമറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അവരോട് പറയും ഇതുപോലെ റീഡിങ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ATM കാർഡ് ഉപയോഗിച്ചോ ഗൂഗിൾ പേ ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ നമ്മൾക്ക് ബില്ല് ചെയ്യാമെന്നുള്ളത്. അപ്പം കാർഡാണ് എന്നുണ്ടെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യും. അതല്ല ഗൂഗിൾ പേ ആണ് എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ QR കോഡുകൾ സ്കാൻ ചെയ്തിട്ടാണ് നമ്മളിത് ബില്ല് അടയ്ക്കാനായിട്ട് അവരെ പരിചയപ്പെടുത്തുന്നത്. അപ്പം വളരെ അവർ QR കോഡാണെങ്കിലും ATM കാർഡ് ഏതാണെങ്കിലും അവർ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ചാണ് ക്യാഷ് അടയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ATM കാർഡ് ഇടുക, എന്നിട്ട് കണ്ടിന്യൂ, എന്നിട്ട് എമൗണ്ട് വരും. പ്രോസസ്സിങ്, നമ്മളുടെ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതാണ്.